എത്ര രൂപ ബാക്കിയുണ്ടെന്നൊക്കെ ഞാൻ കണക്ക് കൂട്ടട്ടെ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റുഡിയോ വേഴ്സസ് വെസ്റ്റ് സൈഡ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. 1500 റുപ്പീസ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്റ്റുഡിയോയും മാക്സും ചെയ്തപ്പോൾ നിങ്ങൾ നല്ല രീതിക്കാണ് സപ്പോർട്ട് ചെയ്ത്. നിങ്ങൾക്ക് ഇനിയും അതുപോലത്തെ വീഡിയോസ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ചെയ്യുന്നത്. പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല സെയിൽ നടക്കുന്ന ടൈമാണ്. സ്റ്റുഡിയോയിൽ നല്ല സെയിലുണ്ട്, വെസ്റ്റ് സൈഡിലുണ്ട്. പക്ഷേ 1.5 ആഴ്ച ആയിട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏത് സെയിലാണ് ബെസ്റ്റ്, എവിടെ നിന്നാണ് നമുക്ക് കുറേ ഔട്ട്ഫിറ്റ് കിട്ടുക എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇന്നത്തെ വീഡിയോ. സോ ഗൈസ്, let's jump into the video. ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ, ആക്നെ മാർക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് സ്കിൻ കൺസേൺസ് ആണ് അല്ലേ. നിങ്ങൾ കുറേയേറെ പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇതിനെല്ലാത്തിനും കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്നുള്ളത്. ഇതാണ് ട്ടോ ഡെർമാക്കോയുടെ ട്രാൻസിലിക് പിഗ്മെന്റേഷൻ കറക്റ്റർ സിറം. ഇതിന് 2 ആക്റ്റീവ്സിന്റെ പവർ ഉണ്ട്. 3% ട്രാൻസമിക് ആസിഡും അതുപോലെ തന്നെ 10% അസിലിയാക് ആസിഡും. ട്രാൻസമിക് ആസിഡിന് ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ. കൂടെ തന്നെ മെലാസ്മ, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനായിട്ടും കൂടെ തന്നെ മെലനിന്റെ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ലൂമിനസ് ആൻഡ് റേഡിയൻ ഗ്ലോ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അസിലിയാക് ആസിഡ് ജെന്റിലായിട്ട് എഫക്റ്റീവ് ആയിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് ബ്ലെമിഷസിനെയൊക്കെ മിനിമൈസ് ചെയ്ത് റെഡ്നെസ്സും ആക്നെ മാർക്സും ഒക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയറും സ്മൂത്തറും അതുപോലെ തന്നെ ഈവൻ ടോൺഡും ആയിട്ടുള്ള സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സിറം എന്തായാലും നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തോട്ടെ. കാരണം നിങ്ങൾക്ക് നല്ല റേഡിയന്റ് ആയിട്ടുള്ള സ്കിൻ ഇത് തരും. ഞാനിപ്പോൾ എന്തായാലും പുറത്തേക്ക് പോവാണ്ട്. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെർമാക്കോയുടെ 1% ഹാൽറോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇത് 6 hours വരെ സൺ പ്രൊട്ടക്ഷൻ തരും. കൂടെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കണ്ട എവറി 2 hours. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഇതിൽ SPF 50 ഉണ്ട്. കൂടെ തന്നെ PA++++ ഉണ്ട്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ബെറ്റർ ആക്കണമെന്ന് അറിയാമോ? ഇത് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ബോത്ത് സ്വെറ്റ് പ്രൂഫ് ആണ്, വാട്ടർ റെസിസ്റ്റന്റ് ആണ് കേട്ടോ. ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല. ഡെർമക്കോ 20,000+ സ്റ്റുഡൻസിനെയാണ് അവരുടെ യങ് സയൻറ്റിസ്റ്റ് ഇനിഷ്യേറ്റീവിലൂടെ എംപവർ ചെയ്യണത്. കൂടെ തന്നെ നിങ്ങൾ ഓരോ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ നേരത്ത്, ഡെർമാക്കോ ഒന്ന് പർച്ചേസ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഓർഡർ ഓരോ കുട്ടീനെയും പഠിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഭൂമി ഫൗണ്ടേഷന്റെ കീഴിൽ. ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ശരണ്യ 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് dermaco.com 20% ഓഫറും കൂടി എക്സ്ട്രാ കിട്ടുന്ന. പിന്നെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിളിൽ അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഫുൾ റെഡി ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഞങ്ങൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ സ്റ്റുഡിയോയിലും വെസ്റ്റ് സൈഡിലൊക്കെ ഓഫർ നടക്കുന്ന ടൈമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചലഞ്ച് ഇവിടെ തന്നെ ചെയ്യാന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഇതിലാണ് കേട്ടോ വന്നേക്കുന്നത്. സ്റ്റുഡിയോയിലാണ് വന്നേക്കുന്നത്. നല്ല അത്യാവശ്യം വലിയ ഷോറൂമാണ്. നമുക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ഒത്തിരി കളക്ഷൻസ് ഒക്കെ പോയിട്ടുണ്ടാവും ഈ ടൈം ആയതുകൊണ്ടിട്ടല്ലേ. അതെ, ഒരു 1.5 ആഴ്ചയായിട്ട് തുടങ്ങിയിട്ട്. നല്ല അവർ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നോക്കാം എന്തായാലും പോയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം കളക്ഷൻസ്. അതെ, സത്യമായിട്ട് ഇവരുണ്ടാകും എന്റെ കൂടെ സ്റ്റുഡിയോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങള് പോയി ചലഞ്ചൊക്കെ ചെയ്യട്ടെ കേട്ടോ. ഒരു 1500 രൂപയ്ക്ക് നമുക്ക് എന്താണ് സ്റ്റുഡിയോ എന്ന് കിട്ടണേ നോക്കാം. കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ സ്റ്റൈലിനുള്ളത് ഭയങ്കര കുറവാണ്. ഞാൻ കൂടുതലും ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷ വന്നത്. പക്ഷെ ജാക്കറ്റ്സും ഇതൊന്നും ഓവറായിട്ട് കിടപ്പില്ല. എനിക്ക് തോന്നുന്നു പിന്നെ സെയിലൊക്കെ കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും കുറേ കളക്ഷൻസ് ഒന്നും ഇല്ലാത്തത്. പക്ഷെ ഡ്രസ്സസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഡ്രസ്സസിൽ നിന്ന് നോക്കാം കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്രോഷേ വർക്കുള്ള ക്രോപ്പ് ടോപ്പ് ആട്ടോ. സ്കേർട്ടിനും ഇടാം, ജീൻസിനും ഇടാം, ട്രൗസേഴ്സിനും ഇടാം. വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ടീഷർട്ടും പോലെ തന്നെ വാർഡ്രോബിൽ മസ്റ്റാവാണ് കേട്ടോ ഒരു ഡെനിം ഷർട്ടും. അപ്പോൾ ഡെനിം ഷർട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വിടേണ്ട. കാരണം വേറെ കൊണ്ടിട്ടല്ല, ഇത് നമുക്ക് ഒത്തിരിയേറെ ടൈപ്പ് സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ജീൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം, ഒപ്പം തന്നെ സ്കേർട്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ജാക്കറ്റ് മാതിരി സ്റ്റൈൽ ചെയ്യാം. അങ്ങനെ ഒത്തിരി സ്റ്റൈൽ നമുക്ക് ഡെനിം ഷർട്ട് എടുത്താൽ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് വിടണ്ട, ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഇട്ട് സ്റ്റൈൽ ചെയ്യാൻ നൈസാട്ടോ.
അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ആൾക്കാരാണ്, അത്യാവശ്യം വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ബൂട്ട് കട്ട് ജീൻസ് കേട്ടോ. ബൂട്ട് കട്ട് ജീൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ, താഴത്തെ പോർഷൻ വന്നിട്ട് ഷേപ്പിൽ ഫീൽ ചെയ്തിട്ട് നമുക്ക് ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടി ഭയങ്കര നല്ലതാണ്. അത്യാവശ്യം ഷേപ്പ്ലെസ് ബോഡിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബൂട്ട് കട്ട് ജീൻസ് അടിപൊളിയാണ്. ഹൈറ്റും ഫീൽ ചെയ്യിക്കും, അതുപോലെ തന്നെ ഷേപ്പും ഫീൽ ചെയ്യിക്കും. സെയിലുള്ളതുകൊണ്ട് നമുക്ക് കുറേ ചലഞ്ചിൽ നമുക്ക് അടിപൊളി ഐറ്റംസ് കിട്ടുമെന്ന് ഓർത്തിട്ട് ഞാൻ ജീൻസ് വന്നിട്ട് 899 നോക്കിയിട്ടോ. അതുപോലെ തന്നെ ഷർട്ട് എനിക്ക് സെയിൽ ചെയ്യുന്ന കിട്ടിയത് 499 ആണ് കിട്ടിയത്. അപ്പോൾ ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു 100 റുപ്പീസ് എടുത്തിട്ടുണ്ട്. ബാക്കി ഫുഡ് വെയർ മേടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. പക്ഷേ ഐറ്റംസ് എനിക്ക് നല്ലത് കിട്ടിയേട്ടോ. ഈ ക്രോപ്പ് ടോപ്പൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട് ഇത്. ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടിട്ട് ഈ ഒരു ഫ്രില്ലിന് ഒരു പ്രത്യേക ഒരു പോളിഷ്ഡ് ലുക്ക് ഉണ്ട് കാണാൻ. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഭയങ്കര ട്രെൻഡിൽ നിൽക്കുന്ന സാധനമാണത് ഈ ഒരു ഷീർ കൈൻഡ് ഓഫ് സംഭവം കേട്ടോ. മെഷ് കൈൻഡ് ഓഫ് ടോപ്സ്, ഡ്രസ്സസൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. ഞാൻ സാറയിൽ ഒത്തിരി കാണാറുണ്ട് കേട്ടോ ഇതുപോലത്തെ. ഇത് ഈ ഒരു ക്രോഷേ ടോപ്പ്, ഈ ഒരു ടോപ്പിനൊക്കെ 149 രൂപ. ഭയങ്കര റേറ്റ്, നല്ല സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആദ്യമേ വന്നായിരുന്നു നല്ല കളക്ഷൻസ് കിട്ടണമെങ്കിൽ. ഞാൻ ഒത്തിരി ലേറ്റായി വന്നപ്പോഴത്തേക്കും. ഓൾമോസ്റ്റ് ഇവിടെ കിടക്കണ എല്ലാം തന്നെ നല്ല അത്യാവശ്യം റേറ്റിലാട്ടോ കിടക്കണേ. 299 രൂപ യെല്ലോ ഈ ഒരു മെഷ് ടോപ്പിന്. 149 രൂപയ്ക്ക് ഫുഡ് വെയർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്കവാറും ചലഞ്ച് പാസ്സാകും. കാരണം ഒരു 49 രൂപ നിങ്ങളെനിക്ക് ഇത് തരുമെന്ന് അറിയാം. നമുക്ക് നോക്കാം അപ്പോൾ നല്ല ഫുഡ് വെയർ കിട്ടുമെന്ന്. നമ്മൾ ശരിക്കും ലേറ്റ് ആയിട്ടോ, കാരണം ഓൾമോസ്റ്റ് റാക്സ് എല്ലാം എം ടി ചെയ്യാന്നുള്ളതാണ്. സെയിലിൻ്റെ പോർഷൻ ഇപ്പോൾ ചെറിയൊരു ഏരിയയിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 ആഴ്ച അടുത്തായി ഇപ്പോൾ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുകൊണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇരിക്കുന്നതാണെങ്കിൽ തന്നെ കുറച്ചിങ്ങനെ ഡാമേജ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സോർട്ട് ചെയ്തെടുത്താൽ കിട്ടും കേട്ടോ കുറേ ഐറ്റംസൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാണ് ഫുഡ് വെയർ എന്തെങ്കിലും കിട്ടുമെന്ന്. അല്ലാത്ത കുറേ അടിപൊളി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ കോഡ് സെറ്റ്സ് നോക്കി, എനിക്ക് സ്റ്റുഡിയോയിൽ വന്ന് എപ്പോഴും നല്ല കോഡ് സെറ്റ്സ് കിട്ടാറുണ്ട്. ഇപ്പോൾ നമുക്ക് വെക്കേഷനൊക്കെ പോകാൻ വേണമെങ്കിൽ നല്ല അടിപൊളി കോഡ് സെറ്റ്സ് കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിയറ്റ്നാമിൽ പോയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഡ്രസ്സ് എനിക്ക് നല്ല പ്രിൻ്റുള്ളത് കിട്ടിയായിരുന്നു കേട്ടോ. വെറൈറ്റി സാധനങ്ങൾ ചില സമയത്ത് വരുമ്പോൾ കിട്ടും. ഇപ്പം സെയിലല്ലാത്ത പോർഷനിലുള്ള ഐറ്റംസ് നല്ല കുറേ അടിപൊളി എണ്ണം കിടപ്പുണ്ട്. നോക്കി ഈ ഒരു കോഡ് സെറ്റ് എത്രാമത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകണം. നോക്കി നല്ല കോഡ് സെറ്റ്സ് കിടപ്പുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഈ ഡ്രസ്സ്, അടിപൊളി ഡ്രസ്സ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അത്യാവശ്യം ഗോൾഡൻ ജ്വല്ലറിയൊക്കെ കൊടുത്ത് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് 799 ആണ് ന്യൂ അറൈവലിൽ വന്നേക്കുന്നത് കേട്ടോ. ഞാൻ സെയിലിൻ്റെ പോർഷൻ മാത്രമല്ല, അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. മിക്കവാറും ഈ ഡ്രസ്സ് എടുക്കാൻ സാധ്യതയുണ്ട്. നല്ല മെഷൊക്കെയുള്ള നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ്. നൈസ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ്. നിങ്ങളൊരു വെക്കേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റം തപ്പുന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കേ. അത്യാവശ്യം ഹിപ്പി സ്റ്റൈലിലൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യുകയും ചെയ്യാം. കൂടെ തന്നെ നമുക്ക് സിൽവർ ജ്വല്ലറിയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് ഈ ഒരു ഐറ്റം വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൊക്കെ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോപ്പും പാൻറ്റുമായിട്ടും വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഉള്ളിലിട്ടിട്ട് ജാക്കറ്റായിട്ടും നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു 399 ടോപ്പും എടുത്തു, ഒപ്പം തന്നെ ഒരു 799 ജീൻസും എടുത്തു കേട്ടോ. പിന്നെ എന്തായാലും ബാലൻസ് ഉണ്ട് നമുക്ക് ഫുഡ് വെയർ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ഫുഡ് വെയറും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ചലഞ്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. എത്ര രൂപ ബാക്കിയുണ്ടെന്ന് ഞാൻ കണക്ക് കൂട്ടട്ടെ. നിൽക്ക് 799 നമുക്ക് കൂട്ടി പരിചയമില്ലെങ്കിൽ ഇതുപോലെയൊക്കെ സഹായിക്കും കേട്ടോ. 799 പ്ലസ് 399 പ്ലസ് 299 1497 രൂപയ്ക്ക് ഞാൻ സ്റ്റുഡിയോയുടെ ചലഞ്ച് വിൻ ചെയ്തു കേട്ടോ. 3 രൂപയും കൂടി ബാക്കിയുണ്ട്. ഇവിടെ ഒന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ 3 രൂപയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്താനേ. അഹങ്കാരം നോക്കി.
അപ്പോൾ ഇത് നമ്മൾ 1500 രൂപയ്ക്ക് എൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബിൻ ബിൻ. സുഡിയോന്ന് നമ്മൾ ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിൽ വന്നേക്കുവാണ്. വെസ്റ്റ് സൈഡിൻ്റെ പാർക്കിംഗ് സെക്ഷനിലാട്ടോ നമ്മുടെ ആൽബർട്ട്സ് കോളേജിൻ്റെ ഒക്കെ, എറണാകുളം ആൽബർട്ട്സ് കോളേജിൻ്റെ ഒക്കെ സൈഡിലുള്ള ആ ഒരു റോഡിൽ തന്നെ ഉള്ള വെസ്റ്റ് സൈഡിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് വലിയ ഷോറൂം ആട്ടോ വെസ്റ്റ് സൈഡിൻ്റെ. നല്ല തിരക്കുണ്ട്, കാരണം പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫില്ലാട്ടോ. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം കളക്ഷൻസ് ഒക്കെ. നമുക്ക് 1500 രൂപയ്ക്ക് എന്തെങ്കിലും ഐറ്റം കിട്ടുമെന്ന് നോക്കാം. നമ്മൾ 3 രൂപയ്ക്കാട്ടോ ജയിച്ചത് നമ്മൾ സ്റ്റുഡിയോയിൽ. അപ്പോൾ ഇനി എന്തായാലും വെസ്റ്റ് സൈഡിൽ നമുക്ക് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. പിന്നെ ഇപ്രാവശ്യം ഞാൻ ടോപ്പ്, ബോട്ടം, ചെരുപ്പ് അങ്ങനെയൊക്കെ നോക്കുമെന്ന് അറിയില്ല. എനിക്ക് തോന്നണില്ല സ്റ്റുഡിയോ അത്രയും അഫോർഡബിൾ ആയിട്ട് ഇവിടെ കിട്ടും എന്നുള്ളത്. കാരണം ഇവിടെ ഇത്രയും കൂടി പ്രീമിയം റേഞ്ച് ആണല്ലോ സാധനങ്ങളുള്ളത്. അപ്പോൾ അതിനെ വെച്ചിട്ടായിരിക്കും ഓഫർ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് പോയി നോക്കാട്ടെ എന്തായാലും. ഇപ്പോൾ ഡ്രസ്സോ ഫുഡ് വെയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും വെസ്റ്റ് സൈഡിൽ പോയി നോക്കട്ടെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അപ്പൊ നീ എക്സൈറ്റഡ് ആണോ? അവൻ വിചാരിച്ചിട്ടെ ചോദിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഫോട്ടോയിൽ പോയി നോക്കട്ടെ കളക്ഷൻസ് ഒക്കെ. എനിക്ക് വന്നപ്പോൾ തന്നെ കിട്ടിയത് ഈ ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ബ്ലേസറും അതുപോലെ ഈ സ്കോട്ടും ആണ് കേട്ടോ. ഇത് രണ്ടും സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് കോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം. നമുക്ക് എന്തായാലും ട്രയൽ ചെയ്ത് നോക്കാം. എന്തായാലും 1500 നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം 499, 699 ഒക്കെ ആട്ടോ ഓഫറിൻ്റെ റേഞ്ചസ്. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. ഇത് ട്രയൽ ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ സ്റ്റുഡിയോ പോയപ്പോഴും പറഞ്ഞതാണല്ലോ ഇങ്ങനത്തെ മെഷ് ടൈപ്പ് ഓഫ് ഐറ്റംസ് ഭയങ്കര ട്രെൻഡാന്നുള്ളത്. ഇവിടെയും ഓഫറിൽ കിടപ്പുണ്ട് കേട്ടോ. 699 ആണ് ഈ ഒരു മെഷ് കൈൻഡ് ഓഫ് ബോഡിക്കോൺ ഡ്രസ്സ് കിടക്കണം. നല്ല രസമുണ്ട്, ഭയങ്കര നല്ല. ഇത് എൻ്റെ ബോഡിക്ക് എനിക്ക് സ്യൂട്ടാവില്ലെന്ന് തോന്നിയിട്ടുണ്ടായിട്ട് ഇതുപോലത്തെ മെറ്റീരിയൽ. അതുകൊണ്ട് ഞാനിത് നോക്കണില്ല. പക്ഷെ അല്ലാണ്ട് തന്നെ കുറേ നല്ല പീസുകൾ കിടപ്പുണ്ട്. നോക്കി, ഇത് 699. നല്ല ക്യൂട്ടല്ലേ ഇത് കാണാനായിട്ട്. ഇതൊക്കെയായിട്ട് ഇവിടെ 299 കിടക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫർ കുറേ നാളായി തുടങ്ങിയിട്ട്. എനിക്കൊന്നും ഒരു 1-2 ആഴ്ചയായിരുന്നു ഇവിടെ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്റ്റുഡിയോയിൽ ഇവിടെയൊക്കെ ഏകദേശം ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്താട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഇത് 299 ആണ്. നേരത്തെ ഇത് 699, ഇപ്പോൾ 299 ആണ് കേട്ടോ കിടക്കുന്നത്. എക്സൽ സൈസ്. പക്ഷെ എന്നാലും ഇത് വരും തോന്നണം എനിക്ക്. കൺഫ്യൂസ്. നിങ്ങൾ എക്സ്ട്രാ സ്മോൾ സൈസിലുള്ളവരാണെങ്കിൽ വേഗം പോരട്ടെ വെസ്റ്റ് സൈഡിൽ. കാരണം സ്മോളും മീഡിയം ഒക്കെ ഇവിടെ കാണാനില്ല. ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്ട്രാ സ്മോൾ ആയിട്ടാണ് കിടക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ അമ്മൂനെ ഓർമ്മ വരണം. നോക്ക്, ഭയങ്കര ക്യൂട്ട് കുഞ്ഞു സാധനങ്ങൾ. പക്ഷേ ഇത് ജീൻസിൻ്റെ കൂടെ സ്റ്റൈലിനായിട്ട് അടിപൊളിയാണ്. ജീൻസ്, സെയിം കളർ ജീൻസ് ഇടുക. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് ഇട്ടിട്ട് ക്യാപ്പും സ്നീക്കേഴ്സും വെച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി കിഡിലനാണ് ഈ ഒരു ഐറ്റം. ബാക്കിൽ സിബൊക്കെ വരണതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്ലാസി സാധനം. ഓഫർ സെക്ഷനിൽ ഞാൻ കുറച്ച് പീസസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് 699 ആണ് റേറ്റ്. ഇത് 1899 ആണ് 699 കിടക്കുന്നത്. പിന്നെ അത് ഈ ഒരു ബ്ലേസർ, ഈ ഒരു സ്കോട്ട്, ഇത്രയും ഐറ്റംസാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. പിന്നെ നമുക്ക് 1500 ബഡ്ജറ്റിൽ എല്ലാ ഔട്ട്ഫിറ്റും കൂടി മേടിക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമാണെന്ന് തോന്നണില്ല. നമുക്ക് നോക്കാം. ഈ ഒരു ജീൻസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലുള്ള ജീൻസ് ആട്ടോ. ഞാൻ സാറയുടെ വെബ്സൈറ്റിലൊക്കെ നോക്കാൻ നേരത്ത് കാണുന്നതാണ് ഈ ഒരു ട്രെൻഡ്. ഇത് കണ്ടോ, സൈഡ് പോക്കറ്റ്സും പ്ലസ് ഇങ്ങനത്തെ ഒരു സ്ട്രിങ്ങും കൂടി വരുന്ന സ്റ്റൈലാട്ടോ. അത്യാവശ്യം ബാഗി ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടുള്ള ടോപ്സിൻ്റെ കൂടെ അതുപോലെ തന്നെ കുറച്ച് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ടോപ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇവൻ ക്രോപ്പ് ടോപ്പും ക്രോപ്ഡ് ബ്ലേസറും വേസ്റ്റ് കോട്ടൊക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ബാഗി ജീൻസസ് ഭയങ്കര നല്ലതാണ്. ഇത്തിരി വെഡ്ജസ് ഒക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലാസി ലുക്കായിട്ടുണ്ടാവും. ഈ ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇല്ലേ, ഇത് ന്യൂ അറൈവലിലുള്ള കേട്ടോ. നമുക്ക് ബീച്ച് വെയർ ആയിട്ടൊക്കെ ഇടാൻ നല്ലതാണ്. നല്ല കളർഫുൾ ആക്സറീസ് കൊടുത്ത് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. പ്യുവർ വൈറ്റ് ആയതുകൊണ്ടിട്ട് നമുക്ക് കുറേ ഒക്കേഷനൊക്കെ ഇടാനായിട്ട് പറ്റും. പല ടൈപ്പ് സ്റ്റൈൽ ചെയ്യാനും പറ്റും കേട്ടോ. നല്ല പഫ് സ്ലീവ്. പ്രൈസ് ശരിയായി വരുമ്പോഴത്തേക്കും സൈസ് ശരിയാവില്ല, സൈസ് ശരിയായി വരുമ്പോഴത്തേക്കും പ്രൈസ് ശരിയാവില്ല. അതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ.
ഞാൻ എടുത്ത സ്കോട്ടിന്, അതായത് സ്കേർട്ടും ഷോർട്ട്സും കൂടി ഇരിക്കുന്ന ഒരു ഐറ്റത്തിന് 499 ബ്ലേസറിന് വന്നിട്ട് 999 ആയത്. അപ്പോൾ മൊത്തത്തിൽ 1500. പക്ഷെ നമുക്ക് എന്താ പറയുക, ഐറ്റംസ് മേടിക്കാനായിട്ട് പറ്റിയില്ല. 2 ഐറ്റം ഉണ്ടായിരുന്നുള്ള ആ കൂടി ഫുഡ് വെയർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അല്ലാണ്ട് തന്നെ ഞാൻ എൻ്റെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്ഫിറ്റ്, ക്ലാസി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഇത്ര നേരം ചലഞ്ചിങ് കാര്യങ്ങളും കളക്ഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും ഫുൾ ഔട്ട്ഫിറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയി നമുക്ക് ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മൾ 1500 റുപ്പീസിന് സുഡിയോന്നും പർച്ചേസ് ചെയ്തു, അതുപോലെ തന്നെ വെസ്റ്റ് സൈഡിൽ നിന്നും പർച്ചേസ് ചെയ്തു. എനിക്കറിയാം നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകും, ഗസ്സും ഉണ്ടാവും നിങ്ങൾക്ക് ഏത് സ്റ്റോറാണ് വിൻ ചെയ്യണമെന്നുള്ളത്. ഒബ്വിയസ്ലി സ്റ്റുഡിയോ ആണ് വിൻ ചെയ്തത്. ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും, റേറ്റിൻ്റെ കുറവും ഓഫേഴ്സ് കൂടുതലൊക്കെ സ്റ്റുഡിയോയിലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമല്ലേ, സ്റ്റുഡിയോ വെസ്റ്റ് സൈഡിനെക്കാളും കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. രണ്ടും ടാറ്റയുടെ ആണെങ്കിൽ കൂടി സ്റ്റുഡിയോ കുറച്ചുകൂടി അഫോർഡബിൾ ആണ്, സെയിലും കുറച്ചുകൂടി അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പും പാർക്കിങ്ങിലാണ് കേട്ടോ നിൽക്കണേ. ടോപ്പും ജീൻസും ഫുഡ് വെയറും നമ്മൾ സ്റ്റുഡിയോന്ന് മേടിച്ചു. പക്ഷെ നമുക്ക് വെസ്റ്റ് സൈഡിൽ നിന്ന് ആ കൂടി ഒരു ബ്ലേസറും അതുപോലെ തന്നെ ഒരു സ്കോട്ടും ആട്ടോ കിട്ടി. അപ്പോൾ ഐറ്റം വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ആണ് ഒബ്വിയസ്ലി വിൻ ചെയ്തേക്കണം. ഈവൻ പ്രൈസിൻ്റെ കാര്യമാണെങ്കിലും 1497 നമ്മൾ സ്റ്റുഡിയോന്ന് പർച്ചേസ് ചെയ്തെങ്കിൽ നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കറക്റ്റ് 1500 കേട്ടോ. 1499 നമ്മൾ പർച്ചേസ് ചെയ്ത്. അപ്പോൾ സ്റ്റുഡിയോ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം, അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.